ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ വാർത്തയിലേക്ക് നമ്മൾ കടന്നാൽ ഗാസയിലെ യുദ്ധം രൂക്ഷമായിരിക്കെ ഹമാസ് വെടിനിർത്തലിനുള്ള കരാർ ഭേദഗതികൾ ഇല്ലാതെ അംഗീകരിച്ചതായി സൂചന. 60 ദിവസ വെടിനിർത്തലിനും ഹമാസ് തടവിലാക്കിയ 10 ഇസ്രയേലി ബന്ദികളെ 2 തവണയായി മോചിപ്പിക്കുന്നതിനുമുള്ള നിർദ്ദേശമാണ് പുതിയ കരാറിൽ ഉള്ളത്. ഇതോടെ കഴിഞ്ഞ 22 മാസത്തിലേറെയായി മേഖലയിൽ തുടരുന്ന യുദ്ധത്തിന് വിരാമമായേക്കുമെന്നാണ് സൂചന. എന്നാൽ ഇക്കാര്യത്തിൽ ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല. KP അഭിലാഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. വീണ്ടും KP, ഹമാസിന്റെ പ്രതികരണം ആശാവഹമാണെങ്കിലും ഇസ്രയേൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നത് ആശങ്ക ബാക്കിയാക്കുകയാണോ? തീർച്ചയായും മധ്യസ്ഥ രാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇപ്പോഴത്തെ ഈ വെടിനിർത്തൽ ധാരണയിന്മേൽ ഇനി ബെഞ്ചമിൻ നെതന്യാഹു എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഹമാസ് 60 ദിവസത്തെ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AFP ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹമാസിന്റെ പേര് വെളിപ്പെടുത്താത്ത പ്രതിനിധികളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിൽ നടന്നിട്ടുള്ള മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് ഹമാസ് തയ്യാറാകുന്നത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം ഈ വെടിനിർത്തൽ കാലയളവിൽ തന്നെ 2 ഘട്ടങ്ങളായിട്ട് ഇസ്രായേലിന്റെ ബന്ദികളെ, അതായത് ഈ യുദ്ധത്തിന്റെ ഭാഗമായി ഹമാസ് ബന്ദികളാക്കിയിട്ടുള്ള ഇസ്രായേൽ പൗരന്മാരെ വിട്ടയക്കുമെന്നും ഒപ്പം ഈ ഇസ്രായേൽ ബന്ദിയാക്കിയ സമയത്ത് മരണപ്പെട്ട 18 പേരുടെ ഭൗതിക ശരീരങ്ങൾ ഇസ്രായേലിന് കൈമാറാൻ ഹമാസ് ഒരുക്കമാണ് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില ഫോർമുലകളും നിർദ്ദേശങ്ങളും ഒക്കെ ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് ഹമാസിന്റെ ആയുധങ്ങൾ ഈ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുക എന്ന ഒരാവശ്യമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അങ്ങനെ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുക എന്നതിന് പകരം ഹമാസിന്റെ ആയുധങ്ങൾ ഒരു അന്താരാഷ്ട്ര ഏജൻസിയുടെ നിരീക്ഷണത്തിന് കീഴിൽ കൊണ്ടുവരിക, അവിടെ സുരക്ഷിതമായി അത് മുന്നോട്ട് കൊണ്ടുപോവുക. അതായത് ഈ ആയുധങ്ങൾക്ക് നാശനഷ്ടമൊന്നും വരുത്താൻ പോകുന്നില്ല, മറിച്ച് ഈ ആയുധങ്ങൾ പ്രയോഗിക്കുന്നത് ഇല്ലാതാക്കുക അതിലൂടെ എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം ഈ കാലയളവിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ ഒരു ഇടപെടലും അങ്ങനെ ഒരു മധ്യസ്ഥതയും ഉറപ്പു നൽകുക എന്ന നിർദ്ദേശം അടക്കം ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നും ഇതെല്ലാം തത്വത്തിൽ ഹമാസ് അംഗീകരിച്ചു എന്നുള്ളതുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്നാൽ ഔദ്യോഗികമായി നമുക്ക് ഇപ്പോഴും ഇക്കാര്യം സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ ഗസയിൽ അറബ് സേനയെ വിന്യസിക്കണം എന്ന ആവശ്യം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ഹമാസ് അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഹമാസ് ഇപ്പോൾ ഇതെല്ലാം അംഗീകരിക്കുമ്പോഴും ഇസ്രായേലിന്റെ പ്രതികരണം എന്താകും എന്നത് തന്നെയാണ് ലോകരാഷ്ട്രങ്ങളും ഉറ്റുനോക്കുന്നത്. തീർച്ചയായും KP അഭിലാഷാണ് വിവരങ്ങൾ